പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലിജു മോൻ എസ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കൊടുക്കേണ്ടത് 60 ലക്ഷം രൂപയാണ്. അത് കഴിഞ്ഞ വർഷം നമ്മൾ 1,20,00,000 4 പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വർഷവും അതേപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ വീട് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉദിനിക്കര ലക്ഷംവീട് കോളനിയിൽ 8 വീടുകളാണ്. അത് ഒറ്റ വീടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സഹായം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ഈ വർഷം നമ്മൾ 20 ലക്ഷം രൂപ അതിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ.കെ. ദിലീഷ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വികസന ഫണ്ടിനത്തിൽ 1,85,34,000 രൂപയും SCP ഇനത്തിൽ 1,53,35,000 രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ 76,73,000 രൂപയും മെയിൻ്റനൻസ് ഫണ്ട് റോഡിതരം ഇനത്തിൽ 1,54,86,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 2024-25 കരട് പദ്ധതി രേഖ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MN പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NR അനീഷ്, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K. വിജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിമാസ ഓൺലൈൻ വാർത്താ പത്രികയായ ഈ നാട് തയ്യാറാക്കിയതിന് ബ്ലോക്ക് പഞ്ചായത്തിലെ മുൻ ജീവനക്കാരനായ ബഷീറിനെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ മെമ്പർമാർ, പഞ്ചായത്ത് തല ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, ഘടക സ്ഥാപനങ്ങളിലെ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് കാലടി. ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.